കുട്ടികളുടെ വിഭാഗം. അതിനെ വിളിക്കുന്ന പേരാണ് പീഡിയോഡോണ്ടിക്സ് ആൻഡ് പ്രിവെന്റീവ് ഡെന്റിസ്ട്രി എന്ന്. അതിൽ സ്പെഷ്യലൈസ് ചെയ്യുന്ന ഡോക്ടറിനെ വിളിക്കുന്ന പേരാണ് പീഡിയോഡോണ്ടിസ്റ്റ് അല്ലെങ്കിൽ പീഡിയാട്രിക് ഡെന്റിസ്റ്റ്. എന്റെ സ്പെഷ്യലൈസേഷൻ അതാണ്. ബിലോ 12 ഇയേഴ്സ് കൂടുതലും നമ്മൾ ചെയ്യുമ്പോൾ ഇത് വരുന്നത് ഈ വിഭാഗമാണ്. അതിപ്പോ ക്ലീനിങ് ആയാലും, പല്ല് പറിക്കുന്നതായാലും, പല്ല് അടയ്ക്കുന്നതായാലും, റൂട്ട് കനാൽ ട്രീറ്റ്മെന്റ് ആയാലും, പല്ല് വെക്കുന്നത്, പിന്നെ പല്ല് കമ്പി ഇടുന്നത് പോലും ഈ ഒരു ചെറുപ്രായത്തിൽ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം തന്നെ ഈ വിഭാഗത്തിൽ ചെയ്യും. പക്ഷെ ഈ വിഭാഗത്തിൽ ഒരു പ്രത്യേകത ഉണ്ട്. ആൻഡ് പ്രിവെന്റീവ് ഡെന്റിസ്ട്രി എന്ന് നമ്മൾ പറയുന്നുണ്ട്. ആ ഒരു പ്രിവെന്റീവ് അപ്രോച്ച് നല്ലോണം ഉണ്ട്. നമുക്ക് എങ്ങനെ ഇതൊക്കെ തടയാം? അതിൽ ഒന്ന് വരുന്നത് എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും പരിചിതമായ ഒരു കാര്യമാണ് പുഴുപ്പല്ല് എന്ന് പറയുന്ന സാധനം. ഒഴിവാക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് പലപ്പോഴും. അതിന്റെ കാര്യങ്ങൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ ഒരു ഗർഭിണിയായിരിക്കുമ്പോൾ തന്നെ ഒരു അമ്മയ്ക്ക് കൊടുക്കേണ്ട ഇൻഫർമേഷൻസ് എല്ലാം നമ്മൾ കറക്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ, അതായത് പാല് കുടിച്ചു കഴിഞ്ഞാൽ ആ ഒരു ബാക്കി വരുന്ന പാല് തൂത്തെടുക്കുക, അങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ പോലും നമ്മൾ പറഞ്ഞു കൊടുത്താൽ തന്നെ ഈ ഒരു പ്രശ്നം നമുക്ക് ഒഴിവാക്കാൻ കഴിയും. അപ്പൊ അതൊരു നോളജിന്റെ കാര്യമാണ്. ഇത് കൂടാതെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഈ ഒരുപാട് കേട് വരുന്ന ഒരു കുട്ടീനെ നമ്മൾ കാണുന്നുണ്ടെങ്കിൽ ആ കുട്ടിക്ക് നമുക്കൊരു ഫ്ലൂറൈഡ് ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. അതൊരു പ്രിവെന്റീവ് അപ്രോച്ച് ആണ് കൂടുതലും. നമ്മളെല്ലാവരും പേസ്റ്റിൽ ഫ്ലൂറൈഡ് കേട്ടിട്ടുണ്ടല്ലോ, അതുപോലെ തന്നെ നമുക്ക് ഫ്ലൂറൈഡ് നമുക്ക് കുട്ടിയുടെ വായിൽ വെച്ചിട്ട് അവർക്കൊന്ന് ചെയ്ത് ആ ഒരു ട്രീറ്റ്മെന്റ് കറക്റ്റായിട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു 1-1.5 കൊല്ലത്തേക്ക് പിന്നെ ഈ പറഞ്ഞ പോലെ പുതിയ കേസുകൾ അല്ലെങ്കിൽ പുതിയ പല്ല് കേടാവുന്നതൊക്കെ നമുക്ക് അങ്ങോട്ട് ഒഴിവാക്കാൻ കഴിയും. അങ്ങനെ കുറെ പ്രിവെന്റീവ് അപ്രോച്ചസിൽ ഒന്ന് പറയുന്നത് ഈ പറഞ്ഞ നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന ഇൻഫർമേഷൻസിൽ ഒന്ന് എങ്ങനെ പല്ല് ക്ലീൻ ചെയ്യണം, 2 തവണ ചെയ്യണം, ഈ ഒരു ഇൻസ്ട്രക്ഷൻസ് ഒക്കെ നമ്മൾ പിള്ളേർക്ക് ഇത് അത്യാവശ്യമായിട്ട് നമ്മൾ കൊടുക്കണം എന്ന് പറയുന്നതിന്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ചൊട്ടയിലെ ശീലം ചുടല വരെ. അപ്പൊ നമ്മളിത് തുടക്കം മുതലേ ഇവർക്ക് പറഞ്ഞാൽ പിള്ളേർ അതിനനുസരിച്ച് കറക്റ്റായിട്ട് ചെയ്യും എന്നുള്ള ഒരു ഉറപ്പ് വരുന്നത് പ്രശ്നങ്ങളൊക്കെ നിങ്ങൾക്ക് ഒഴിവാക്കാൻ കഴിയും.